അങ്ങനെ നമ്മുടെ ഗോമതി അവളുടെ അമ്മയും കൂടി ഇങ്ങനെ സംസാരിച്ച് നിൽക്കുകയാണ്. അമ്മയല്ലേ പറഞ്ഞ ധർമ്മൻ എൻ്റെ മകനെ പോലെയാണെന്ന്. അപ്പം ഞാൻ എന്തെങ്കിലും പൈസ എടുത്തിട്ടുണ്ടോ, നമ്മൾ മക്കളോട് ചോദിക്കില്ലേ അമ്മയെ പൈസ എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ എന്ന്. അതിന് ഇത്ര വലിയ പ്രശ്നം ഉണ്ടാക്കാൻ എന്താ അവനുള്ളത്, എന്തിനാ അതിന് വീട് വിട്ട് ഇറങ്ങി പോണത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ അച്യുതനും ധർമ്മനും അവിടെ നിന്ന് വന്ന് ഡി എന്ന് വിളിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അച്യുതൻ പറയുന്നുണ്ട് നമ്മുടെ ഗോമതിയോടും, ഡി എല്ലാവരോടും എല്ലാറ്റിനും ഞാൻ കണക്ക് ചോദിക്കുന്നുണ്ട്. നീ എൻ്റെ അനിയനെ അല്ലേ നീ ഇങ്ങനെ ചെയ്ത്, ഞാൻ അതിനൊക്കെ കണക്ക് ചോദിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഗോമതി പറയുന്നുണ്ട്, നിങ്ങൾ കണക്ക് ചോദിക്കാൻ വാ, എൻ്റെ ഭർത്താവ് ഗോമതി സ്റ്റോറിലെ ബാലനാണ്, കണക്ക് ചോദിക്കാൻ വരുമ്പോൾ പറഞ്ഞിട്ട് വരണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നീ ഇതിനൊക്കെ അനുഭവിക്കാൻ പോണേ ഉള്ളൂ, ഇങ്ങനെ രണ്ടാളെയും കൂട്ടിത്തള്ളിക്കില്ല, അതിനൊക്കെ നീ അനുഭവിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഗോമതി. എന്തായാലും പിന്നെ കാണിക്കണത് നമ്മുടെ മിത്രോട് നമ്മുടെ ആര്യം പറയുന്നുണ്ട്, ഈ പ്രശ്നത്തിൻ്റെ ഒക്കെ പിന്നിൽ നമ്മുടെ കൃഷ്ണമംഗലത്താർ എന്തോ കളിച്ചിട്ടുണ്ട്, വായ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു കംപ്ലൈൻറ്റ് കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. മിത്രയാണെങ്കിൽ പോകാൻ മടിക്കുന്നുണ്ട്. ആര്യം പറയുന്നത്, ഒരു പോലീസ് ഓഫീസർ ആവേണ്ടവളാണ് അങ്ങനെ പേടിച്ച് നിൽക്കുന്നത്, എന്തായാലും വാ പോലീസുകാരെത്തി നമുക്ക് പോയിട്ട് കംപ്ലൈൻറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞ് വലിച്ചു കൊണ്ടുപോകേണ്ടത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലെ പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.